നമസ്കാരം. കേണൽ സോഫിയ ഖുറേഷി ഈ പേര് നമ്മൾ മലയാളികൾ അല്ല ഒരു ഭാരതീയനും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. കാരണം സമൂഹത്തിൽ ലോകത്തിനു മുന്നിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയ വ്യക്തി കൂടിയാണ് ഖുറേഷി. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യയുടെ സൈനിക നീക്കത്തിന് പിന്നാലെ ശ്രദ്ധയാകർഷിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷി എന്ന പേര് തന്നെയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും കാര്യങ്ങൾ വിശദീകരിച്ച് സോഫിയ ഖുറേഷി തന്നെയായിരുന്നു. ഇന്ത്യൻ ആർമിയിലെ കോർപ്സ് സിഗ്നൽസിലെ സീനിയർ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി. ഗുജറാത്തിൽ നിന്നുള്ള സോഫിയ ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. സൈനികരുള്ള കുടുംബത്തിൽ നിന്നാണ് സോഫിയും എത്തുന്നത്. അതേസമയം അടുത്തിടെ ചില വിവാദങ്ങളിലും ഈ പേര് അകപ്പെട്ടിരുന്നു. എന്നാൽ അതിനൊക്കെ മറുപടി എന്നോണം ഇപ്പോഴിതാ വീണ്ടും ഈ പേര് ശ്രദ്ധേയമാകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഡോദരയിൽ നടത്തിയ റോഡ് ഷോയിൽ കേണൽ സോഫിയ ഖുറേഷിയുടെ കുടുംബം പങ്കെടുത്തു. പ്രധാനമന്ത്രി മോദിയെ കാണാൻ കഴിഞ്ഞതിൽ തങ്ങൾക്ക് സന്തോഷം തോന്നി. സ്ത്രീ ശാക്തീകരണത്തിനായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സോഫിയയുടെ ഇരട്ട സഹോദരി ഷൈന സുൽത്താര പറഞ്ഞു. റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണെന്ന് ഷൈന സുൽത്താര കൂട്ടിച്ചേർത്തു. നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും മുന്നിൽ നിൽക്കുകയും അദ്ദേഹം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നത് അഭിമാനകരമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമസ്കാരം പറഞ്ഞു. ഞങ്ങളും തിരിച്ചു പറഞ്ഞു. ഇതൊരു വ്യത്യസ്തമായ നിമിഷമായിരുന്നു. എനിക്കത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്നും ആരും ഭയപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം ലോകത്തിന് ഒരു സന്ദേശം നൽകുന്നത് പോലെ തോന്നിയെന്ന് സഹോദരി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനായി പ്രധാനമന്ത്രി മോദി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഷൈന സുൽത്താര കൂട്ടിച്ചേർത്തു. കേണൽ ഖുറേഷി തന്റെ ഇരട്ട സഹോദരിയാണെന്നും തനിക്ക് 15 മിനിറ്റ് മുൻപ് ജനിച്ചതാണെന്നും അവർ പറഞ്ഞു. അവർ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നു. അവർ ഇനി എന്റെ സഹോദരി മാത്രമല്ല രാജ്യത്തിന്റെ സഹോദരി കൂടെയാണെന്ന് ഷൈന സുൽത്താര വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ തിരിച്ചറിഞ്ഞുവെന്നും ആശംസകൾ നേർന്നതായും അവരുടെ പിതാവ് താജ് മുഹമ്മദ് ഖുറേഷി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ഹലീമ ഖുറേഷി അവർ അദ്ദേഹത്തെ പൂക്കൾ നൽകി സ്വീകരിച്ചു. കേണൽ ഖുറേഷി തന്റെ മകൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ മകളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് കേണൽ ഖുറേഷിയുടെ സഹോദരനായ സഞ്ജി ഖുറേഷി പറഞ്ഞു. തന്റെ സഹോദരിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ സഹോദരിക്ക് ഈ അവസരം നൽകിയ നമ്മുടെ പ്രതിരോധ സേനയ്ക്കും ഇന്ത്യ സർക്കാരിനും ഞാൻ നന്ദി പറയുന്നു. മറ്റ് സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾക്ക് പ്രതികാരം ചെയ്യുന്ന ഒരു സ്ത്രീ ഇതിനേക്കാൾ മികച്ചത് മറ്റെന്താണ്? സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കുറവല്ലെന്ന് നമ്മുടെ സൈന്യം ശത്രുവിനെ തെളിയിച്ചു. സ്ത്രീ ശാക്തീകരണം ഇല്ലാതെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.